ഇമാം മഹ്ദി വരുന്ന കാലത്തെക്കുറിച്ച്. ഉബശ്ശിറുകും ബിൽ മഹ്ദി, ഇമാം മഹ്ദി വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يبعث المهدي على اختلاف من الناس وزلزال فيملأ الأرض قسطا وعدلا كما ملئت ظلما وجورا ويرضى عنه ساكن السماء وساكن الأرض ويقسم المال صحاحا. ഇവിടങ്ങൾ പറഞ്ഞ ഹദീസ്, ഞാനിതാ നിങ്ങൾക്ക് സന്തോഷവാർത്ത തരുന്നു, ഇമാം മഹ്ദി വരും, നിങ്ങളെ ഏറ്റെടുക്കാൻ. ഈ ഉമ്മത്തിന് നീതി നഷ്ടപ്പെടുമ്പോൾ, ഈ ഉമ്മത്തിനെതിരെ ശത്രുക്കൾ കൈനീട്ടുമ്പോൾ, ഈ ഉമ്മത്തിനെ സഹായിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് സഹായമായി ഇമാം മഹ്ദി നിങ്ങൾക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരു രാത്രിയിലാണ് ഇമാം മഹ്ദിക്ക് അല്ലാഹു യോഗ്യത നൽകുന്നതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സാധാരണക്കാരനെ പോലെ ഒരു സയ്യിദ് കുടുംബത്തിൽ ദമസ്കസിന്റെ ഭാഗത്തു നിന്ന് ആസ്ഥാനമായി പ്രവർത്തിക്കാൻ പോകുന്ന ഇമാം മഹ്ദിയെ നബി തങ്ങൾ പരിചയപ്പെടുത്തി. അത് ഇമാം മഹ്ദിയാണെന്ന് ഇമാം മഹ്ദി പോലും അറിയുന്നത് ഒരു രാത്രി കൊണ്ടായിരിക്കും. യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരു രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന് യോഗ്യത നൽകുന്നത്, പവർ നൽകുന്നത്. ആ മഹാന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും മഹാനായ ഇബ്നു കസീർ എന്നവർ അതിന് കൊടുത്ത മനോഹരമായ അർത്ഥമുണ്ട്. യുഹയ്യിഉഹുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല ആ മഹാനെ യോഗ്യനാക്കും. ഈ ഖിലാഫത്തിന് യോഗ്യനാക്കും, ഉമ്മത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ യോഗ്യനാക്കും. ഫി അയ്യാമിൽ ഫിതനി വൽ മലാഹിമിൽ അഖീറ, ലോകത്ത് നടക്കാൻ പോകുന്ന ലോക മഹായുദ്ധങ്ങൾ ഇനിയും വരാനുണ്ട്. അൽ മലാഹിം എന്നാണ് ഇതിനെപ്പറ്റി പറയാം. മലാഹിം ഭീകരമായ വിപത്തുകൾ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ഇനി വരാനുണ്ട്. ഇമാം മഹ്ദിയുടെ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ ഒരുപാട് നടക്കാനുണ്ട്. ഇവങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതിലെല്ലാം ഇമാം മഹ്ദിയുടെ സൈന്യത്തിനാണ് അല്ലാഹു തആല വിജയം നൽകുന്നത്.